വന്നിരിക്കുന്ന പുളി എങ്ങനെ രുചിയോടെ കഴിക്കാം. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യം പരിചയപ്പെടുത്തി തരാം. ഈ പുളിയുടെ പേര് ഇരുമ്പംപുളി. ഈ പുളിയുടെ പേര് ബ്രാഹ്മൺസ് പുളി. പക്ഷെ ഒരു കാര്യമുണ്ട്, പല നാട്ടിലും പല പേരുകളാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് ബ്രാഹ്മൺസ് പുളി എന്നാണ്. ഇനി നമുക്ക് അതുകൊണ്ട് നിറച്ചും പുളികളാണ്. പക്ഷെ പിടിച്ചു വരുന്നതേ ഉള്ളൂ. ഒരെണ്ണം പോലും പഴുത്തിട്ടൊന്നുമില്ല. പക്ഷെ പിടിച്ചു വരുന്നുണ്ട് നല്ല നിറച്ച്. മേളിലൊക്കെ നല്ലോണം നിറച്ചുണ്ട് പുളികള്. നിറച്ചും പൂക്കളാ, നിറച്ചു. ഇതിലൊക്കെ പൂക്കള് ഇനി വിരിഞ്ഞൊക്കെ വരാനുണ്ട്. ഇത് പുളിയെ ഒക്കെ വിരിഞ്ഞു വരുന്നുണ്ട്, കണ്ടോ? ഇതിലൊക്കെ പൂക്കള് വിരിഞ്ഞു വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അതിന് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്ന ഈ സാധനങ്ങള് ഉപ്പും മുളകുമാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ടേസ്റ്റ് ചെയ്യാൻ ഉപ്പ് ആദ്യം എടുക്കണം, പിന്നെ നമ്മള് മുളക് എടുക്കണം. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. എന്ത് ടേസ്റ്റാ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഇതിന് നമുക്ക് ഒരെണ്ണം പറിച്ച് കഴിച്ചു നോക്കിയാലോ. ഇത് നമുക്ക് പറിക്കാം. ഇത് ബ്രാഹ്മൺസ് പുളി എന്നാണ് പറയുന്നത്, കണ്ടോ? നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിച്ചിരി മുളകും കൂടെ എടുക്കാം. ഉപ്പും മുളകും നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതും കൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. രണ്ട് പുളിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളൊന്ന് ഉപ്പും പുളിയൊക്കെ ഇട്ട് നോക്കി, നല്ല ടേസ്റ്റ് ആവട്ടോ. അത്രയ്ക്ക് നല്ല പുളിയാ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ടാറ്റാ. അടുത്ത വീഡിയോ നാളെ കാണാം.